Hi friends, welcome back to Thinking Gap. Thinking Gap in മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന MCQs ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് അധികം സമയം കളയേണ്ട, പോകാം ക്ലാസ്സിലേക്ക്, പഠിക്കാം ന്യൂക്ലിയർ പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് MCQs. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് MCQs ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് തോറിയം 232 ഈസ് കൺവേർട്ടഡ് ഇൻറ്റു യുറേനിയം 233 ഇൻ എ ഡാഷ് ന്യൂക്ലിയർ റിയാക്ടർ. അപ്പോൾ തോറിയം 232 ഈസ് കൺവേർട്ടഡ് ഇൻറ്റു യുറേനിയം 233 ഇൻ എ ഡാഷ് ന്യൂക്ലിയർ റിയാക്ടർ. ആൻസർ എന്ന് പറയുന്നത് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഫാസ്റ്റ് ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മേ നോട്ട് നീഡ് ടു കൺട്രോൾ റോഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മേ നോട്ട് നീഡ് ടു കൺട്രോൾ റോഡ്. ഓപ്ഷൻ ക്യാൻ ഡു റിയാക്ടർ, സെക്കൻഡ് ഓപ്ഷൻ ലിക്വിഡ് മെറ്റൽ കൂളർ റിയാക്ടർ, തേർഡ് ഓപ്ഷൻ പറയുന്നത് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ആൻഡ് നൺ ഓഫ് ദീസ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് മേ നോട്ട് നീഡ് എ കൺട്രോൾ റോഡ്. ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദീസ് ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദീസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ എമൗണ്ട് ഓഫ് എ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ദാറ്റ് ഈസ് ഹാവിങ് എ ലൈഫ് ഓഫ് 100 years റിമൈനിങ് ആഫ്റ്റർ 400 years വിൽ ബി ഡാഷ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വെയ്റ്റ്. ഡാഷ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വെയ്റ്റ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 400 years is equal to 4 times 100 years. 400 years is equal to 4 times 100 years. That is equal to 4 times 100 years having a half life of 100. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 the whole raised to 4 that is equal to 1/16. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് 1/16. അപ്പോൾ 400 years is equal to 4 times 100 years that is equal to half life. Half of the whole raised to 4 is equal to 1/16. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മേ ബി used to measure the rate of nuclear disintegration. Which of the following may be used to measure the rate of nuclear disintegration? Options പറയുന്നത് ഗീഗർ മുള്ളർ കൗണ്ടർ, സെക്കൻഡ് ഓപ്ഷൻ കോൾഡ് ചേംബർ, തേർഡ് ഓപ്ഷൻ പറയുന്നത് സൈക്ലോട്രോൺ ആൻഡ് ഫോർത്ത് ഓപ്ഷൻ പറയുന്നത് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മേ ബി യൂസ്ഡ് ടു മെഷർ ദ റേറ്റ് ഓഫ് ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേഷൻ? ആൻസർ എന്ന് പറയുന്നത് ഗീഗർ മുള്ളർ കൗണ്ടർ. ആൻസർ എന്ന് പറയുന്നത് ഗീഗർ മുള്ളർ കൗണ്ടർ. അപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് MCQs നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ വേറൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.